ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പരാതി പരിഹാര അദാലത്തിൽ പ്രദേശവാസികൾ പരാതി നൽകി. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര തെക്ക് വടക്കുമുറി നിവാസികളാണ് പരാതി നൽകിയത്. ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര തെക്ക് വടക്കുമുറി നിവാസികളാണ് പരാതിയുമായി എത്തിയത്. കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ പാതയുടെ തെക്ക് വശം ചക്കാലയിൽ ജംഗ്ഷന് സമീപമാണ് മൊബൈൽ ടവർ നിർമ്മിക്കാൻ നടപടികൾ തുടങ്ങിയത്. പരിസരത്തെല്ലാം രോഗികളും പ്രായമായവരും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഞങ്ങളെയൊക്കെ വളരെ ദയനീയമായ രീതിയിലാണ് ഇങ്ങനെ ചതിക്കുന്നത്. ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആരോട് പറയും? സങ്കടം പറയാൻ ആളില്ലാത്ത അവസ്ഥയായി. കള്ളം പറഞ്ഞാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത്. വേറെ പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യാനാണെന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കണ്ണി പൊടിയിട്ടും കൊണ്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഞങ്ങളെ എല്ലാം സങ്കടത്തിലാക്കിക്കൊണ്ട് ഈ പണി നടക്കുന്നത്. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പരമാവധി അതിനുവേണ്ടി ശ്രമിക്കാനും തയ്യാറാണ്. കരുനാഗപ്പള്ളി നഗരസഭയുടെ 4 ഡിവിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണിത്. രോഗികളും നിരാലംബരുമായ 100ഓളം കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. വ്യവസായാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞാണ് നിർമ്മാണം തുടങ്ങിയത്. നഗരസഭയുടെ മൗനാനുവാദത്തോടുകൂടി നിർമ്മാണം ആരംഭിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. ഇങ്ങനൊരു വലിയ ടവർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ ഉത്കണ്ഠയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇത്രയും അടുത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു ടവർ വരുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവർ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ താമസിച്ചിരുന്നത്. പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് അവരിവിടുന്ന് മാറിപ്പോകാനാണെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അവർ ഇവിടെ ഈ ടവറിന് അനുവദിച്ചു കൊടുത്തിട്ട്, ഈ സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ട് അവരിവിടുന്ന് മാറി താമസിക്കാനുള്ള പരിപാടിയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അവരെ ബാധിക്കത്തില്ലല്ലോ, ഞങ്ങളെല്ലാം ബാധിക്കുന്നു. ഞങ്ങളെല്ലാം ആ കാര്യത്തിൽ നല്ല ഉത്കണ്ഠരും വളരെയധികം വിഷമം അനുഭവിക്കുന്നവരുമാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഏതെങ്കിലും തലത്തിൽ ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങളിപ്പം. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് അദാലത്തിൽ പരാതിയുമായി നാട്ടുകാർ എത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.